മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് അനുവദിക്കില്ലെന്ന് തമിഴ്നാട്. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയത്തിൽ കേരള സർക്കാരിനെതിരെ കടുത്ത നിലപാടുമായി തമിഴ്നാട്ടിലെ TVK സർക്കാർ. കേരളം മുന്നോട്ട് വയ്ക്കുന്ന പുതിയ അണക്കെട്ട് എന്ന ആവശ്യത്തെ ശക്തമായി എതിർക്കുമെന്നും ഇതിനായുള്ള കേരളത്തിന്റെ ശ്രമങ്ങളെ നിയമപരമായും രാഷ്ട്രീയമായും തടയുമെന്നും സർക്കാർ വ്യക്തമാക്കി. തമിഴ്നാട് നിയമസഭയുടെ പുതിയ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ ഗവർണർ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് ഈ നിർണായക പരാമർശം ഉള്ളത്. അമേരിക്ക-ഇറാൻ സമാധാന കരാർ ഒപ്പുവെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫ്രാൻസിൽ വെച്ചാണ് കരാർ ഒപ്പുവെച്ചത്. ഇതൊരു താൽക്കാലിക ധാരണ മാത്രമാണെന്നും ഇറാൻ കൃത്യമായി പെരുമാറിയില്ലെങ്കിൽ വീണ്ടും ആക്രമണം നടത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാനുമായി ഒപ്പുവെക്കുന്നത് അന്തിമ കരാറല്ലെന്നും ഒരു ധാരണാപത്രം മാത്രമാണെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി. ആരോഗ്യവകുപ്പ് ഡയറക്ടറായിരുന്ന ഡോക്ടർ KJ റീനെ സ്ഥലം മാറ്റിയതിൽ ആരോഗ്യവകുപ്പിന് തിരിച്ചടി. സ്ഥലം മാറ്റ നടപടി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ തിരുവനന്തപുരം ബെഞ്ച് സ്റ്റേ ചെയ്തു. ഡോക്ടർ റീനയുടെ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ചട്ടവിരുദ്ധമായാണ് സ്ഥലം മാറ്റമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റീന ഹർജി സമർപ്പിച്ചത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽമാരെ സ്ഥലം മാറ്റിയ നടപടി ഈ മാസം ആദ്യം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ മരവിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് DHSനെ മാറ്റിയതിലും തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിരുന്നുവെങ്കിലും വീണ്ടും മഴ ശക്തിപ്പെട്ടു. സംസ്ഥാനത്ത് അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. കൂടാതെ 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരള കാർഷിക സർവകലാശാലയിലും സ്വാധീനമുറപ്പിക്കാൻ ഗവർണറുടെ നീക്കമെന്ന ആക്ഷേപം. സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി BJP അധ്യാപക സംഘടനയുടെ നേതാവിനെ നിയമിക്കാൻ രാജ്ഭവൻ നീക്കം നടത്തുന്നതായാണ് റിപ്പോർട്ടുകൾ. വെള്ളാണിക്കര കാർഷിക കോളേജ് ഡീനായ ഡോക്ടർ സജിത റാണിയെയാണ് ഈ പദവിയിലേക്ക് പരിഗണിക്കുന്നത്. നിലവിലെ VC ആയിരുന്ന ഡോക്ടർ B അശോക് കാർഷിക വകുപ്പിൽ നിന്നും സ്ഥലം മാറിപ്പോയതിനെ തുടർന്നാണ് സർവകലാശാലയിൽ പുതിയ VC നിയമനത്തിനുള്ള വഴിയൊരുങ്ങിയത്. അവയവക്കടത്ത് റാക്കറ്റുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് EDയുടെ വ്യാപക റെയ്ഡ്. നിരവധി ആശുപത്രികളിലും വീടുകളിലുമാണ് പരിശോധന നടത്തിയത്. നിയമവിരുദ്ധമായ അവയവദാനത്തിന് സൗകര്യമൊരുക്കുന്നതിനായി വ്യാജരേഖകൾ ഉപയോഗിച്ച റാക്കറ്റുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് റെയ്ഡ്. കൊച്ചി, തിരുവനന്തപുരം, കോട്ടയം എന്നിവിടങ്ങളിലെ ഏതാനും സ്വകാര്യ ആശുപത്രികൾ, വസതികൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. പത്തനംതിട്ട ഗവിയിൽ അംഗനവാടി ജീവനക്കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന സ്ഥിരീകരണം. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പിടിയിലായ പ്രതി വിനോദ് കുമാർ കുറ്റം സമ്മതിക്കുകയായിരുന്നു. 2 മണിക്കൂറോളം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് പ്രതി കുറ്റസമ്മതം നടത്തിയത്. ബലാത്സംഗത്തിനു ശേഷം കഴുത്തു ഞെരിച്ചു കൊല്ലുകയായിരുന്നുവെന്ന് ഇയാൾ സമ്മതിച്ചു. അറസ്റ്റ് ചെയ്ത തൃണമൂൽ കോൺഗ്രസ് നേതാവ് ജഹാംഗീർ ഖാൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ തെരുവിലൂടെ നടത്തിച്ച് ബംഗാൾ പോലീസ്. പാർട്ടിക്കും ജഹാംഗീറിനും ഏറെ സ്വാധീനമുള്ള മണ്ഡലമായ ഫാൽത്തയിലെ റോഡിലൂടെയാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ പോലീസ് നടത്തിച്ചത്. വിലങ്ങണിയിച്ച് അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച ജഹാംഗീറിനെയും മറ്റ് നേതാക്കളെയും നടത്തിച്ചതിൽ പാർട്ടി അണികൾക്കിടയിൽ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. സുഡാനിൽ നിന്നെത്തിയ വിദേശ വനിതയ്ക്ക് എബോളയുള്ളതായി സംശയം. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന 52-കാരിയാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. സൗത്ത് സുഡാനിൽ നിന്ന് ഉഗാണ്ട വഴിയാണ് ഇവർ കേരളത്തിലെത്തിയത്. നിലവിൽ എബോളയുമായി ബന്ധപ്പെട്ട കാര്യമായ ലക്ഷണങ്ങളില്ലെന്നും ആശങ്ക വേണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ലോകകപ്പ് ഗ്രൂപ്പ് K മത്സരത്തിൽ പോർച്ചുഗലിന് പ്രതീക്ഷിച്ച തുടക്കം ലഭിച്ചില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നായകത്വത്തിലിറങ്ങിയ പോർച്ചുഗൽ കോങ്കോയ്ക്കെതിരെ 1-1 സമനിലയിൽ കുടുങ്ങി. മത്സരത്തിന് മുൻപ് വ്യക്തമായ മുൻതൂക്കം പോർച്ചുഗലിനായിരുന്നു കൽപ്പിച്ചിരുന്നതെങ്കിലും മൈതാനത്ത് ആധിപത്യം പ്രകടമാക്കാൻ ടീമിന് സാധിച്ചില്ല. ഫിഫ റാങ്കിങ്ങിൽ 5-ാം സ്ഥാനത്തുള്ള പോർച്ചുഗലും 46-ാം സ്ഥാനത്തുള്ള കോങ്കോയും തമ്മിലുള്ള ശക്തി വ്യത്യാസം മത്സരത്തിൽ പ്രകടമായില്ല. ജനയുഗം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.